നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഫയേഴ്സിൻ്റെ ഒരു പുതിയ 2 ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അരുണിഷ് അക്കാഡമി തുടങ്ങിയപ്പോൾ മുതൽ അതിന് മുമ്പ് മുതലേ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് ഇൻ്റർഫേസ് ആണ്. നേരത്തെ ട്രേഡിംഗ് വ്യൂ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതേ സെയിം ഇൻ്റർഫേസ് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് ശരിക്കും ഫയേഴ്സിൻ്റെ ബ്രോക്കറാണ്. അതിനുശേഷം ടെക്നോളജിക്കലി അവർ കുറച്ചുകൂടെ ഇപ്പം ഓരോരോ പുതിയ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് ട്രേഡേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള പല പല ഇൻ്റർഫേസുകൾ അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫയേഴ്സിൻ്റെ ഒരു പുതിയ 2 ഫീച്ചേഴ്സ് അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഫയേഴ്സിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഇൻ്റർഫേസ്. നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ പേര് കൊടുത്തേക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ടൂൾ ബാർ ഉണ്ട്. ഈ ടൂൾ ബാറിൽ ഇത് സ്കാൾപ്പർ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ നിഫ്റ്റി 50 നിങ്ങൾക്ക് അറിയാം, നിഫ്റ്റി 50ക്ക് അതിൽ 50 സ്റ്റോക്കുകളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിഫ്റ്റി 50യുടെ ചാർട്ട് സ്റ്റോക്ക് മാർക്കറ്റിലാണുള്ളത്. നമ്മൾ ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണഗതി നമ്മളതിന് ചെയ്യുന്നത് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻ ചെയിൻ എടുത്ത് നമുക്ക് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ അതിന് പകരം ഈ സ്കാൾപ്പർ ബട്ടണിൽ ഇവർ കൊടുത്തിരിക്കുന്ന ടൂൾ ബാറിലെ ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഇൻ്റർഫേസ് തരുവാണ്. ഇവിടെ trade.fires.in എന്നുള്ള ഈ URL മാറിയിട്ട് അവിടെ പുതിയ ഒരു URL വരും. app.fires.in/options സ്കാൾപ്പർ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഈ ഇൻ്റർഫേസിനെ അവർ 3 ചാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് നിഫ്റ്റി 50യുടെ ചാർട്ടും ഇടത്തെ സൈഡിൽ കോൾ ഓപ്ഷനും വലത്തെ സൈഡിൽ പുട്ട് ഓപ്ഷനുമായിട്ട് ഒരേ സമയം തന്നെ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും കാണത്തക്ക രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് തയ്യാറാക്കി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം സ്കാൽപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യുക്കായിട്ട് നമ്മുടെ എൻട്രിയും ക്യുക്കായിട്ടുള്ള എക്സിറ്റും വരും. അതായത് ഒരു സ്നിപ്പർ ട്രേഡേഴ്സ് എന്ന് പറയും. അതായത് അവസരത്തിന് വേണ്ടി, ശരിയായ അവസരത്തിന് വേണ്ടി കാത്തിരുന്ന് ഏറ്റവും ബെസ്റ്റ് ടൈം ആകുമ്പോൾ മാത്രം മാർക്കറ്റിൽ കയറുക, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അതായത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ട്രേഡായിരിക്കും, പക്ഷേ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല. അതിന് മുമ്പ് തന്നെ ക്യുക്കായിട്ട് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നമ്മുടെ കാൽക്കുലേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ നമുക്കതിന് പ്രോഫിറ്റ് കിട്ടും. അതല്ലെങ്കിൽ ചെറിയ ലോസ് ബുക്ക് ചെയ്ത് ആ ട്രേഡിൽ നിന്ന് പുറത്തിറങ്ങും. ഇതാണ് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞ ട്രേഡിംഗ് രീതി. ഓരോ ട്രേഡേഴ്സിനും അവരുടേതായിട്ടുള്ള ഓരോ ട്രേഡിംഗ് ഐഡൻറ്റിറ്റി ഉണ്ടാവും. അവരത് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുക. ചിലർ സ്ട്രാറ്റജിയുടെ പിൻബലത്തിലായിരിക്കും, ചിലർ ട്രെൻഡിൻ്റെ പിൻബലത്തിലായിരിക്കും, ചിലർ പ്രൈസ് ആക്ഷൻ പോലെയുള്ള ജനറലായിട്ടുള്ള തിയറി ഉപയോഗിച്ചിട്ടായിരിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം, പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ക്വിക്ക് എൻട്രി ക്വിക്ക് എക്സിറ്റ് എന്നുള്ള മെത്തേഡിലായിരിക്കണം. അതുകൊണ്ടാണ് അത് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർഫേസ് കിട്ടിയാൽ ആദ്യം നമ്മൾ പോകേണ്ടത് താഴെ ഒരു ബട്ടണുണ്ട്. ഏറ്റവും ബോട്ടം ലെവലിൽ ഒരു ബട്ടണുണ്ട്. അവിടെ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ആ ബട്ടണിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വലത്തെ സൈഡിൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഒരു പോപ്പപ്പ് സ്ലൈഡിങ് വിൻഡോ വരും. അപ്പോൾ ഇതിനകത്തിൽ ഈ ക്വിക്ക് ട്രേഡ് എന്നുള്ളത് ഓണായി കിടക്കണം. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതൊന്നും ഓണായി കിടക്കണം. ബാക്കി ഇതിനെ താഴോട്ട് വരുന്ന ഈ ഒരു ഗൈഡ് ലൈനാണ്. അതായത് നമുക്ക് കീബോർഡ് വെച്ചിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടുകളാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊഡക്റ്റ് ടൈപ്പിനകത്തിൽ ഇൻട്രാഡേ ആയിരിക്കണം നമ്മൾ ഈ ടെർമിനൽ വെച്ച് ചെയ്യുമ്പം കൂടുതലും ശ്രദ്ധിക്കാൻ. ഓവർനൈറ്റ് പൊസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ട വെബ് ഇൻ്റർഫേസ് ഇവിടെ ഉണ്ട്.
സ്കാൽപ്പിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനകത്തിലേക്ക് വന്നത്. അപ്പോൾ അത് ഇൻട്രാഡേയിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ലോട്ട് സൈസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ലോട്ട് സൈസ് ഇവിടെ 1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വിൻഡോയുടെ ഈ ഇൻ്റർഫേസിൻ്റെ താഴെ ബൈയുടെയും സെല്ലിൻ്റെയും ബട്ടൻ്റെ ഇടയിലായിട്ട് ക്വാണ്ടിറ്റി 75 ഓട്ടോമാറ്റിക്കലി വരും. ഇനി ഇവിടെ 2 നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 150 എന്നതിൻ്റെ ഡബിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ലോട്ട് ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി മാറി വന്നോളൂ. ഓർഡർ ടൈപ്പ് കൂടുതലും നമ്മൾ മാർക്കറ്റ് ഓർഡറിലായിരിക്കും ഇത് എൻ്റർ ചെയ്യുകയും എക്സിറ്റ് ചെയ്യുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്നുള്ള സെറ്റിങ്സ് ഇവിടെ ഓണായി കിടക്കണം. പിന്നെ ഈ ബട്ടൺ ഡിഫോൾട്ടായിട്ട് ഓണായി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള വാണിംഗ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗുണകരമാണ്. ഈ സെറ്റിങ്സ് ഒക്കെ ഈ ഒരു ഇൻ്റർഫേസിൽ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതല്ലാതെ നമ്മുടെ ഇവിടെ വരുത്തുന്ന ചേഞ്ചസ് ഒന്നും തന്നെ വെബിൻ്റെ ടെർമിനലിൽ ബാധിക്കില്ല. ഇത് വേറൊരു സെക്ഷനാണ്, വേറൊരു സോഫ്റ്റ്വെയർ പോർഷനാണ്, ഒരു മൊഡ്യൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നിർബന്ധമായിട്ടും സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് സേവ് ചെയ്ത് മാറ്റിയെങ്കിൽ മാത്രമേ ഈ ചേഞ്ചസ് ഒക്കെ ഈ വിൻഡോയിൽ അപ്ലൈ ആവത്തുള്ളൂ. അതിനുശേഷം ഈ ഇൻ്റർഫേസ് മൊത്തത്തിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു ഓപ്ഷൻ ബയർക്ക് ചിലപ്പോൾ സ്ട്രൈക്ക് പ്രൈസുകൾ ക്വിക്കായിട്ട് മാറ്റി സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായാൽ 2 ഓപ്ഷനാണുള്ളത്. നമുക്ക് ഇതൊരു കോംബോ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് പ്രൈസുകൾ ഇവിടെ സെർച്ച് ചെയ്തും അതല്ലാതെ ടൈപ്പ് ചെയ്തും അല്ലെങ്കിൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് നോക്കാം, നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇടത്ത് സൈഡിലുള്ളത് കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ വലത്ത് സൈഡിലും കൊടുത്തിട്ടുണ്ട് പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അതൊരു ഓപ്ഷനാണ്. രണ്ടാമത് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. നിഫ്റ്റിയുടെ ഇത് മാറ്റി വേറൊരു സ്ക്രിപ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വേറൊരു ഇൻഡെക്സ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലെ ഈ ഭാഗത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കോ ഫിൻ നിഫ്റ്റി ചെയ്യുന്ന ആൾക്കാർക്കോ ഒക്കെ ഇവിടെ നിന്ന് മാറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ ചെയ്യാനായിരിക്കും പിന്നെ വലത്ത് സൈഡിൽ വരിക. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ വലത്ത് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ നമുക്ക് കാണാം. ഈ വിൻഡോയെ നമുക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വലത്ത് സൈഡിലേക്ക് ഇങ്ങനെ അറ്റമുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആവും. അപ്പോൾ സ്ക്രീനിന് കുറച്ചുകൂടെ വിട്ട് കൂടും. നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ എപ്പോഴും തന്നെ ഒരു സ്റ്റിക്കി മൂഡിൽ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ സ്ക്രീനിൽ മാറാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി വെക്കുക. ഈ ഒരു വിൻഡോയ്ക്കകത്തിൽ 2 സെക്ഷനാണ് വരുന്നത് മെയിനായിട്ട്. ഒന്ന് ഓപ്ഷൻ ചെയിൻ വരും, മറ്റൊന്ന് ഓരോ സെക്കൻഡിലും അല്ലെ ഓരോ 2-3 സെക്കൻഡ് കൂടുന്ന സമയത്ത് വരുന്ന ക്വാണ്ടിറ്റി. കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലും മാറി മാറി വരുന്ന ക്വാണ്ടിറ്റി. കോൾ ഓപ്ഷനിലും പുട്ട് ഓപ്ഷനിലല്ല, ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെ കോൾ ഓപ്ഷൻ. ഇപ്പോൾ ഈ ബട്ടൺ ടോഗിൾ ബട്ടൺ ആണ്, ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പുട്ട ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സെയിൽ വാല്യൂ ഒക്കെ നോക്കിയിട്ട്. പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ ചെയിൻ മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കമ്മിങ് എക്സ്പയറി, അതായത് വരാൻ പോകുന്ന എക്സ്പയറി ഡേറ്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വലത്ത് സൈഡ് കാണുന്നതാണ് മന്ത്ലി എക്സ്പയറി, ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീക്കിലി എക്സ്പയറി. ഇനി എത്ര ദിവസം കൂടി ഇനി ഈ എക്സ്പയറി ഉണ്ടെന്നുള്ളതിൻ്റെ ഡേയും കൂടെ കൗണ്ടും കൂടെ വലത്ത് സൈഡ് കാണിച്ചു തരും. അപ്പോൾ ഈ എക്സ്പയറി കറക്റ്റായിട്ടുള്ളത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ക്രിപ്റ്റിലോട്ടായിരിക്കും സ്വിച്ച് ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ഇവിടെ കാണേണ്ടത് ലാസ്റ്റ് ട്രിഗേർഡ് പ്രൈസ് ആണ് ഇവിടെ കാണേണ്ടത്. അതുകൊണ്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ ഓണായി കിടക്കുന്നതായിട്ട് ഉറപ്പ് വരുത്തണം. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഓപ്ഷൻ ചെയിനകത്തിൽ നിന്നും ചാർട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത പറയാം. ഇത് ഈ 3 വിൻഡോയെ മാറ്റി നമുക്ക് 2 വിൻഡോയാക്കാനോ 1 വിൻഡോയാക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് ഓൾറെഡി ഇവർ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ വിൻഡോയിലും നമുക്ക് കാണിക്കേണ്ട കോമൺ ആയിട്ട് വരുന്ന കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എല്ലാത്തിലും 1 മിനിറ്റ് ടൈം ഫ്രെയിം വരണമെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഓണാക്കിയിട്ടിട്ട് നമ്മൾ ഇവിടെ ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരേ ടൈം ഫ്രെയിം തന്നെ നമുക്ക് മാറി വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 3 മിനിറ്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും 3 മിനിറ്റ്സ് ആയി. അതെവിടെ കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിൻ്റെ വലത്ത് സൈഡിൽ സി എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ വലത്ത് സൈഡിലായിട്ട് കാണിക്കുന്ന നമ്പറാണ് ഇതിൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ വലത്ത് സൈഡ് 3 എന്ന് കാണിക്കുന്നത്.
നമ്മൾ ഇവിടെ മാറ്റി 5 എന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ മാറിയിട്ട് ഇപ്പോൾ 5 എന്ന് വരും അവിടെ. അപ്പോൾ അതാണ് നമ്മളുടെ മിനിറ്റ്, എത്ര ടൈം കൊണ്ടാണ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ അത് മാറണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ടോഗിൾ ഓണായി കിടക്കണം. അപ്പോൾ നമുക്ക് ഈ എല്ലായിടത്തും ഒരുപോലെ മാറും. ഇനി ഇത് ഓഫായി കിടക്കുവാണെങ്കിലോ നമ്മൾ ഒരു ബ്ലൂ ബോർഡർ കാണാൻ പറ്റും ഇവിടെ. ഈ ബ്ലൂ ബോർഡറിൽ ആണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്ന ചാർട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ നിഫ്റ്റി 50യുടെ ചാർട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ടൈം ഫ്രെയിം മാത്രം നമ്മൾ 5 മിനിറ്റിലേക്ക് മാറ്റണം. അല്ല സോറി, 1 മിനിറ്റിലേക്ക് മാറ്റണം. ഇപ്പം നിലവിൽ 5 കിടക്കുന്നത്. അത് മാറ്റിയിട്ട് 1 മിനിറ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ ഇടത്ത് സൈഡിലും വലത്ത് സൈഡിലും കാണുന്ന ഈ 5 എന്ന് പറയുന്ന നമ്പർ അങ്ങനെ തന്നെ നിൽക്കും. ഈ സെലക്ട് ചെയ്തിരിക്കുന്ന വിൻഡോയ്ക്കകത്തിലേത് മാത്രമേ മാറത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് 2 മിനിറ്റ് ആക്കുക. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ 2 മാറി, ബാക്കിയുള്ള 2 2 വിൻഡോയിലും 5 മിനിറ്റ് തന്നെ. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഈ ഒരു ബട്ടൺ ഓഫായി കിടക്കുന്നത് കൊണ്ടാണ്. നമ്മൾ സെലക്ട് ചെയ്തതിനകത്തിൽ മാത്രമേ ടൈം ഫ്രെയിം ചേഞ്ച് ആവത്തുള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് 3 മിനിറ്റ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് നമ്മൾ 3 മിനിറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 മിനിറ്റും ഇവിടെ 2 മിനിറ്റും ഇവിടെ 5 മിനിറ്റും ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫറൻറ്റ് രീതിയിൽ, അത് ഓരോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഓരോ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരേ ടൈം ഫ്രെയിം തന്നെ ക്യാൻഡലിന് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. പല ടൈം ഫ്രെയിം മാറ്റാതിരിക്കുക. ഇനി 2 ടൈം ഫ്രെയിമിൽ നിങ്ങൾ സ്വിച്ച് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്യുക. ആ സ്റ്റൈൽ മാറ്റാനേ പാടില്ല. ഇന്ന് ഒരു സ്റ്റൈലും നാളെ വേറൊരു സ്റ്റൈലുമായിട്ട് മാറ്റി മാറ്റി ചെയ്യുമ്പോൾ നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജിയൊക്കെ അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ടെക്നിക്കലി ഇങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് 3ലും നമുക്ക് ഒരേ ടൈം ഫ്രെയിം 1 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇന്റർവെൽ ഓൺ ആക്കുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നു. എല്ലായിടത്തും ഒരേ പോലെയുള്ള നമ്പർ ഇവിടെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഇനി ഈ ഒരു ചാർട്ടിന് ഓപ്ഷൻ ചെയിനകത്ത് നിന്ന് നമുക്ക് ഈ ചാർട്ടിന്റെ സ്ട്രൈക്ക് പ്രൈസ് മാറ്റണം. ഇപ്പോൾ 22,550 സി കിടപ്പുണ്ട്, 22,550 പിയിലും കിടപ്പുണ്ട്. നമുക്കിപ്പോൾ 22,500ൻ്റെ ചാർട്ടാണ് ആവശ്യം, കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ് ആവശ്യം. ഇപ്പം സെലക്ട് ആയി കിടക്കുന്നത് പി ചാർട്ടാണ്, ഈ ഭാഗത്തെ ചാർട്ടാണ് പി. അപ്പം നമ്മൾ ഈ 22,500ൻ്റെ ഈ ചാർട്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു കോൾ ഓപ്ഷൻ്റെ നേരെയുള്ള LTPയുടെ അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സെലക്ട് ആയി കിടക്കുന്നത് ഈ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ആണെങ്കിലും ബ്ലൂ ബോർഡർ ഇതിനാണെങ്കിലും കോൾ ഓപ്ഷൻ എപ്പോഴും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഈ ഇടത്ത് സൈഡിലെ ചാർട്ടേ മാറത്തുള്ളൂ. ഇപ്പോൾ 22,550 നമ്മൾ മാറ്റിയിട്ട് 22,500 ചാർട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇപ്പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ ഒരു ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ നമുക്കൊരു വിൻഡോ കിട്ടും. അപ്പോൾ നമ്മൾ ടൂൾ ബാർ എവിടെയാണെന്ന് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു താഴെ ഒരു ബ്ലൂ ആരോ മാർക്കുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾ ബാർ വിസിബിൾ ആവും. എന്നിട്ട് താഴോട്ടുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴെയുള്ളത് നമുക്ക് വിസിബിൾ ആവും. ഡിലീറ്റ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇതിൽ ആ ഒരു ചാർട്ടിന് അതിൽ ഡ്രോയിങ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് നമ്മൾ ഡിലീറ്റ് ഡ്രോയിങ് കൊടുക്കാമെങ്കിൽ ആ ലെവലുകളൊക്കെ ഇതിനകത്ത് നിന്ന് മാഞ്ഞു പോകും. ഇങ്ങനെ ടൂൾ ബാറിനെ നമുക്ക് ഹൈഡ് ചെയ്യുകയും അൺഹൈഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഇനി പുട്ട് ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പുട്ട് ഓപ്ഷൻ്റെ LTPയുടെ ഭാഗത്ത് വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലത്ത് സൈഡിലുള്ള ചാർട്ട് അങ്ങനെ തന്നെ മാറും. അത് ഫ്രീസ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. സെലക്ഷൻ ഇതിനകത്തൊരു പ്രശ്നമല്ല. ഇനി ഇതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിലും ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ മറ്റ് ചാർട്ടുകളുടെ സെയിം ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തിലെ ഏറ്റവും താഴെ കാണുന്ന ഇത്രയും ഭാഗത്ത് കാണുന്നതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ടെർമിനലിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയ. കാരണം നമ്മുടെ പൈസ വരികയും പോവുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്, ഇത്രയും ഭാഗം. നമ്മൾ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒറ്റ ക്ലിക്ക് മതി, അപ്പം തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഇവിടെ കിടക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അത് മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ആവുക എന്നുള്ളതാണ്. നമുക്ക് ആ പൊസിഷൻ 2 or 3 ക്യാൻഡിൽസ്റ്റിക്ക് മുകളിലോട്ട് പോയി അപ്പം തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്ക് ഇവിടെ എക്സിറ്റ് ചെയ്തു. ഇതിന് രണ്ടിനും ഒരു ഷോർട്ട് കട്ട് കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മൗസ് ഇതിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കീബോർഡിലെ ഷിഫ്റ്റ് കീയും അപ്പ് ആരോയും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മൗസ് ടച്ച് ചെയ്യാതെ തന്നെ കീബോർഡ് വെച്ച് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ
ഈ ഷിഫ്റ്റും ലെഫ്റ്റ് ആരോയും പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എടുത്ത പൊസിഷൻ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇത് ബയേഴ്സിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. എത്ര ക്വാണ്ടിറ്റി ആണോ ഉള്ളത് അത് തന്നെ നമുക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും വളരെ ക്വിക്കായിട്ട് ആക്ഷൻ നടക്കും. പക്ഷേ ഇത് ഇവിടെ എക്സിക്യൂട്ട് ആവണമെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഈ ബൈ ബട്ടൻ്റെ ഇടത്ത് സൈഡിൽ ഒരു ചെറിയ ഒരു ഒരു ഐക്കൺ കാണാം. അതവിടെ വിസിബിൾ ആയിരിക്കണം. അത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ക്വിക്ക് ട്രേഡ് എന്ന് പറയുന്ന ബട്ടൺ, ആദ്യം സെറ്റിങ്സിൻ്റെ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വിക്ക് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ഓൺ ആയി കിടക്കണോ എന്നുള്ള കാര്യം. അത് ഓൺ ആയിക്കുമ്പോഴാണ് ഈ ബട്ടൺ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഐക്കൺ ചേഞ്ച് ചെയ്യും. അപ്പം ഇങ്ങനെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ ആയിരിക്കും വരുന്നത്. നമ്മളോട് കൺഫർമേഷൻ ചോദിക്കും. പക്ഷേ ക്വിക്ക് ട്രേഡിൻ്റെ ഈ ബട്ടൺ ഓൺ ആയി കിടന്നു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ ചോദിക്കത്തില്ല, അപ്പം തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ആവും. സ്കാൽപ്പേഴ്സിന് അതാണ് ആവശ്യവും, ക്വിക്കായിട്ട് എൻട്രി, ക്വിക്കായിട്ട് എക്സിറ്റ് ചെയ്യുക. അതിനാണ് നമ്മളുടെ വെബ് പ്ലാറ്റ്ഫോമിനകത്തിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് സ്കാൽപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു ട്രേഡ് എടുത്തു, ഇനി അടുത്തതായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പറയാൻ പോകുന്നത്. അതായത് ഒരു ട്രേഡ് നമ്മൾ എടുത്ത് നമ്മൾ പ്രോഫിറ്റിലായി. കൂടുതൽ ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വീണ്ടും ട്രേഡ് എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകും. എല്ലാ ഓപ്പർച്യൂണിറ്റിയും സത്യത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളതല്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രേഡ് നമുക്ക് കിട്ടിയാൽ നമുക്ക് അത് മതി. അതിനപ്പുറത്തോട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമുക്കില്ലെന്ന് വിശ്വസിച്ച് തുടക്കക്കാരെ അവിടുന്ന് മാറുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാവൂ. അപ്പോൾ ഓവർ ട്രേഡിങ്ങിനെ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ ഈ കൂട്ടത്തിൽ ഫയേഴ്സ് അങ്ങനെയും കൂടെ ഒരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓവർ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ. ചില ആൾക്കാർക്ക് ഫുൾ ടൈം സ്ക്രീനിൻ്റെ മുന്നേ ഇരുന്നെങ്കിൽ മാത്രമേ ഇൻട്രാഡേയിൽ എന്തെങ്കിലും പണി ചെയ്തു എന്നുള്ള ഒരു ബോധം വരത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ട്രേഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ലെവലിൽ പ്രൈസ് എത്തിക്കഴിഞ്ഞ് നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ട്രേഡ് കയറുക. നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ടാർഗറ്റ് എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യുക. അതാണ് നോർമൽ ട്രേഡിങ്. സ്കാൽപ്പിങ്ങിനകത്തിൽ നമ്മളുടെ ആ ഒരു എൻട്രി കൃത്യമായിട്ട് നമുക്ക് കിട്ടി, സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടിയെന്ന് ബോധ്യം വരുമ്പോൾ നമ്മൾ ക്വിക്കായിട്ട് എൻട്രി ചെയ്യുന്നു. ഒരു മാക്സിമം ഒരു 3-4 മിനിറ്റിനുള്ളിൽ ട്രേഡ് അവസാനിക്കും. മാക്സിമം 2-3 ക്യാൻഡിൽ അത്രയുമേ വെയിറ്റ് ചെയ്യത്തുള്ളൂ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ നമുക്ക് എൻട്രി എടുക്കാം. സപ്പോർട്ടിനെ കഴിവത് എൻട്രി എടുക്കാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ഒരു ട്രേഡ് നിങ്ങൾക്ക് കിട്ടി, പ്രോഫിറ്റിലായി. പിന്നെ ട്രേഡ് ചെയ്യുമ്പം നമുക്ക് ലോസ് വരുവാണ് എൻഡ് ഓഫ് ദി ഡേയിൽ. ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഓവർ ട്രേഡിങ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഓവർ ട്രേഡിങ് എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും. അപ്പോൾ ഈ ഓവർ ട്രേഡിങ്ങിനെ മറികടക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ ഉള്ളതിനെ പറ്റി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, റെഗുലറായിട്ട് ക്ലാസ് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് ഞാൻ ഡെയിലി ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന കോഴ്സായത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആ ഭാഗം ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ടെക്നിക്കലി നിങ്ങൾക്ക് തന്നെ ഇത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വലത്ത് സൈഡിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെനു കാണാം. അതിനകത്ത് ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്തെ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പ്രൊഫൈൽ നമുക്ക് ഓണായി വരും. അതിനകത്തിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഈ ഭാഗമായിരിക്കും നിങ്ങൾക്ക് കാണുക. അതിനകത്ത് ഈ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ചെല്ലണം. ഈ സെഗ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനുണ്ട്. ഇവിടെ ഒരു ടോഗിൾ ബട്ടൺ ഉണ്ട്. ഈ മുകളിൽ കാണുന്ന ബട്ടൺ ഇപ്പോൾ ഓണായി കിടക്കുവാണ്. കറൻസി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, ഇതെല്ലാം ഓണായി കിടക്കുന്ന സ്റ്റെപ്സ് ആണ്. ഈ ബട്ടൺ ഓഫാണ്. അപ്പോൾ ഇതിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും. പക്ഷെ ഇത് ഓണാവുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഓവർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കിടെ ഓവർ ട്രേഡിങ് ടെംപ്റ്റേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിക്കലി കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണിത്. അന്നത്തെ ദിവസം നിങ്ങൾ എപ്പോഴാണോ ഇത് ഓണാക്കുന്നത്, ചിലപ്പോൾ രാവിലെ 10 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം രാവിലെ ഒരു 11:30 ശേഷമായിരിക്കാം. പക്ഷെ അന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് പുതിയൊരു പൊസിഷനെ എക്സിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിലവിലുള്ള പൊസിഷനെ എക്സിറ്റ് ചെയ്യാനോ
നിലവിൽ ബൈ ചെയ്യാനോ പറ്റത്തില്ല. ഒരു ഓർഡറും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ആവത്തില്ല. പുതുതായിട്ടും ബൈ ഓർഡർ എടുക്കാൻ പറ്റത്തില്ല. നിലവിൽ ഒരു സെൽ ഓർഡർ കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ ഓവർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഓരോ ചിന്തയാണല്ലോ വരുന്നത് മാർക്കറ്റ് ഇരിക്കുമ്പോൾ. അവർ ചിലപ്പോൾ പല സ്ട്രൈക്ക് പ്രൈസുകളിൽ പൊസിഷൻസ് എടുത്തിട്ടുണ്ടാവും. ഈ പല സെക്ഷനിൽ നിങ്ങൾ പല സ്ട്രൈക്ക് പ്രൈസുകളിൽ ഈ പൊസിഷൻ എടുത്തിടുകയും ഓപ്പണായി കിടക്കുന്ന പൊസിഷനെ നിങ്ങൾ ക്ലോസ് ചെയ്യാതെ ഇട്ടേക്കുകയും ചെയ്യുവാണ്. പക്ഷെ നമ്മളത് ഓർമ്മയിൽ മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർഡർ ബുക്ക് വന്നിട്ട്, ഇവിടെ ഓർഡർ ബുക്ക് ഉണ്ട്, ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗം മറ്റേ ഇതിനകത്തിലുള്ളതുപോലെ തന്നെ അവിടെ വന്നിട്ട് ഓർഡറുകൾ എന്തെങ്കിലും പൊസിഷനകത്തിൽ എന്തെങ്കിലും പെൻഡിങ് ഓർഡർ കിടപ്പുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഈ ബട്ടൺ ഓൺ ആക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ബൈ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, മറന്നുപോയിട്ടുണ്ടാവും. ആവേശത്തിൽ വന്നിട്ട് ഈ ബട്ടൺ ഓൺ ആക്കി ഇടുകയും ചെയ്യും. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓപ്പണായി കിടക്കുന്ന പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഈ ബട്ടൺ കൈകാര്യം ചെയ്യാൻ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ട്രേഡ് പിന്നെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓവർ ട്രേഡിങ്ങിൻ്റെ ടെംപ്റ്റേഷനെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അടുത്ത വീഡിയോ ഓവർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ക്ലാസ് ഞാനിപ്പോൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ വരും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് വീഡിയോ ഗുണപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ചെയ്യണം. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഞാൻ ഈ ഓവർ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്ലോഡ് ചെയ്യും. ഈ ടെർമിനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഒരു ഫീച്ചറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതുതായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ടെർമിനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരുപാട് ഫീച്ചേഴ്സ് ഫയേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫയേഴ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ സ്റ്റുഡൻസിന് എടുത്ത് കൊടുത്ത ക്ലാസ് ഓവർ ട്രേഡിങ്ങിനെ പറ്റിയുള്ളത് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു. ഗുഡ് ബൈ.